സൂപ്പറാണ്, അടിപൊളി, സൂപ്പർ, കൊള്ളാം. നമുക്കിവിടെ ഊണിന് വരുന്നത് അവിയല്, ബീട്രൂട്ട്, വെണ്ടയ്ക്ക, ഇഞ്ചി, മാങ്ങ അച്ചാറ്, നാരങ്ങ, ഈ ചമ്മന്തി, മരിച്ചിനി വേണ്ട നല്ല ഫ്രഷ് മരിച്ചിനി, ഈ അവിയല്, ഇവരുടെ മീൻകറിയും. ഇത് ഇവരുടെ രോഹു മീനാണ്. ഇവരുടെ കട്ടള, ഇത് വേറെ ലെവൽ ടേസ്റ്റ് ആണ്, മാസ് ട്രൈ ആണ്. ഇവരുടെ കട്ടള മീനാണ്. ഇപ്പം ചൂടോടെ പൊരിച്ചുകൊണ്ട് വന്നതാണ്. ഭയങ്കര ചൂടാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇവിടെ ഈ ആംബിയൻസ് ചെയ്യുന്ന ഈ ഫുഡ് കഴിക്കണം. ഭയങ്കര ടേസ്റ്റ് ആണ്. ഞെട്ടേ വന്ന പയങ്കഞ്ഞി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. വേറെ ലെവലാണ് കേട്ടാ. മോരൊക്കെ ഇട്ട് മരിച്ചിനിയെല്ലാം ഇട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ടുള്ള ആ പയങ്കഞ്ഞി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പയങ്കഞ്ഞിയുടെ ഉള്ള ഈ കരുവാടായാലും ഈ ചമ്മന്തി ആയാലും വേറെ ലെവൽ ടേസ്റ്റ് ആണ്. ഇത്രയും കൂട്ടാനോടെ ഈ ഊണിന്റെ റേറ്റ് വരുന്നത് വെറും 80 രൂപ മാത്രമാണ്. ഞാൻ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഈ ഹോട്ടലിൽ നിന്ന് സംടൈംസ് ഒന്ന് കഴിക്കാറ്. കൊള്ളാം, നല്ല അഫോർഡബിൾ ആണ് പ്രൈസ് ഒക്കെ. മീനിന്റെ ഒക്കെ വിലയൊക്കെ വളരെ കുറവാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആരായാലും ഇവിടുത്തെ പെർമനന്റ് കസ്റ്റമറായി. ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ ലാസ്റ്റ് പലയിടത്തായിട്ട് വരുന്നുണ്ട്, പക്ഷെ എങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി ഇവിടെ മാത്രമാണ്. സിസ്റ്റർ എങ്ങനെയുണ്ട്? നല്ല നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇതിപ്പോ ഒരു 4 പ്രാവശ്യമായി. ഇവരുടെ ഫുഡ് ഇഷ്ടപ്പെട്ട് 4ാമത്തെ പ്രാവശ്യമാണ്. ഇവിടെ ഫുഡിൽ പായസം അടക്കമുണ്ട്. ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ ഫുഡ് വിളമ്പുന്നത് വളരെ സ്നേഹത്തോടു കൂടിയാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം മീൻ കഴിയാൻ ഓടി പാലില്ല വന്നതാണ്. അടിപൊളി ഫുഡാണ്, സൂപ്പർ. ഇവിടുന്ന് ഫുഡ് കഴിച്ചവർക്കൊക്കെ 100 നാവാണ് ഈ ഫുഡിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാൻ. നമ്മൾ സെലക്ട് ചെയ്യുന്ന മീൻ നമ്മുടെ കൺമുന്നിൽ വെച്ച് പൊരിച്ചു തരും. ഇതെല്ലാം കൂടാതെ ഇവർക്ക് പഴംപൊരിയും ബീഫിന്റെ ഒരു കോംബോ ഇവിടെ ഉണ്ട്. അതും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇവരെ പഴംപൊരിയും ബീഫ്. ഡാമിൽ വെള്ളം പായുന്നത് പോലെ ഇവിടെ പോയാൽ നിങ്ങളുടെ നാവിലും വെള്ളം പായും. നിങ്ങളുടെ മനസ്സിനെ കുളിർമയാക്കുന്ന ഈ സ്പോട്ട് വരുന്നത് കടുക്കറ നെട്ട പോകുന്ന വഴിക്ക് അനന്യ റിസോർട്ടിന് 100 മീറ്റർ മുന്നോടിയായിട്ടാണ് DD കപ്പ ഹൗസ് വരുന്നത്.